ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? നമുക്കിന്നൊരു സ്റ്റാർ ചെയ്യാം. ഇത് സ്റ്റഫ് ചെയ്ത സ്റ്റാറാണ്. അമിഗുറുമി എന്ന് പറയും. ഇത് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ്. ആക്രിലിക് യാണിലാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇതൊരു കോട്ടൺ യാണിലാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുൻപായി ഇതിൻ്റെ പാറ്റേൺസൊക്കെ ഒന്ന് നോക്കാം. ആദ്യം ഇതുപോലെ നമ്മൾ റൗണ്ടിൽ ചെയ്ത് സൈഡിലൊക്കെ ഇങ്ങനെ ചെയ്തു പോവാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് ഞാൻ 4mm ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കോട്ടൺ യാൺ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾക്കും വേണമെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു മാജിക് റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാജിക് റിംഗ് ഉണ്ടാക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, ഈസി ആയിട്ട് മാജിക് റിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അത് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. മാജിക് റിംഗ് ഉണ്ടാക്കി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിങ്ങിൽ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സിംഗിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ ഈ ലൂപ്പിലൂടെ ഹൂക്ക് എടുത്ത് യാണ് പുൾ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഒരു യാണ്, വർക്കിംഗ് യാണ് അതിലൂടെ വലിച്ചെടുക്കുക. അതാണ് സിംഗിൾ ക്രോഷ്യ. ഇതിപ്പോൾ രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ആയി. തേർഡ് വൺ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് വൺ ആൻഡ് സിക്സ്ത് വൺ. അങ്ങനെ 6 സിംഗിൾ ക്രോഷ്യ നമ്മൾ ഈ ലൂപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ യാണുണ്ടല്ലോ, മറ്റേ ചെറിയ അറ്റമുള്ള യാണ്, അതിനെ ഒന്ന് നന്നായിട്ട് പുള്ള് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളുടെ ഇതിങ്ങനെ സെൻറ്റർ ക്ലോസ് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല, പകരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കണം. സ്റ്റിച്ച് മാർക്കർ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ആ ജോലി ഒരു സേഫ്റ്റി പിന്നിനെ ഏൽപ്പിച്ചു. അപ്പോൾ അത് ഇല്ലെങ്കിൽ ചിലപ്പം നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്റ്റിച്ചസ് കൺഫ്യൂസ്ഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് റൗണ്ട് 2ലേക്ക് പോവാം. റൗണ്ട് 2ൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 6 സിംഗിൾ ക്രോഷ്യയിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പോൾ 6 എണ്ണത്തിൽ വരുമ്പോൾ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1, സെയിം സ്റ്റിച്ചിൽ തന്നെ സെക്കൻഡ് വണ്ണും ചെയ്യാം. 2, നെക്സ്റ്റ് സ്റ്റിച്ചിൽ തേർഡ് സിംഗിൾ ക്രോഷ്യയും ഫോർത്ത് സിംഗിൾ ക്രോഷ്യയും ഒരുമിച്ച് ചെയ്യാം. 3 and 4. ഇനി 5 and 6 തൊട്ടടുത്തതിൽ 5, 6. അടുത്തതിൽ 7 and 8. 7, 8. നെക്സ്റ്റ് 9 and 10. 9, 10. ആൻഡ് നമ്മുടെ ഫൈനൽ സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. 11 and 12. ഞാൻ എളുപ്പത്തിന് വേണ്ടി സ്റ്റിച്ച് മാർക്കർ മാറ്റി കൊടുക്കുന്നുണ്ട്. 11 and 12. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മറന്നു പോവാതെ സ്റ്റിച്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് അടിച്ച് വരുമ്പോഴേക്ക് ഫുൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഇനി നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്.
തേർഡ് റൗണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അതായത് ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റത്തേൽ 2 പിന്നെ 1, അപ്പോൾ 2 1 എന്നുള്ള പാറ്റേണിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 18 സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് 1 ചെയ്തു, സെയിം സ്റ്റിച്ചിൽ തന്നെ സെക്കൻഡ് 1 ചെയ്യാണ്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ തേർഡ് 1. ഇതിൽ 1 ഉള്ളൂ. ഇനി നെക്സ്റ്റിൽ 4th and 5th സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. നെക്സ്റ്റിൽ 6th 1. ഇനി 7 8 7 8 ഒരുമിച്ച്, 9 സിംഗിളായിട്ട്. നെക്സ്റ്റ് 10 and 11 10 11. നെക്സ്റ്റ് സിംഗിളായിട്ട് 12. അടുത്തത് 13 and 14 ഒരുമിച്ച്, 13 14. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 15. അടുത്തത് 16 17. ആൻഡ് ഫൈനൽ 1 18 സിംഗിളായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തേർഡ് റൗണ്ട് കഴിഞ്ഞു. മറക്കാതെ സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. അടുത്തത് റൗണ്ട് 4 ആണ്. റൗണ്ട് 4 എത്തുമ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ സിംഗിൾ ക്രോഷ്യയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും നേരത്തെ റൗണ്ടിനോട് കൂടിയിട്ട്. അതായത് ഫസ്റ്റിൽ 2 സിംഗിൾ ക്രോഷ്യ, അതായത് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, തൊട്ടടുത്ത 2 സ്റ്റിച്ചിൽ 2 ഓരോരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യും. അപ്പോൾ 2 1 1 എന്നുള്ള പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 1 2 3 4th 1 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 5 and 6 ഒരു സ്റ്റിച്ച്, 7 വേറെ, 8 വേറെ. നെക്സ്റ്റ് 9 and 10 ഒരു സ്റ്റിച്ചിൽ, 10. അടുത്തത് 11 വേറെ ചെയ്യണം, ആൻഡ് 12 ഓൾസോ വേറെ ചെയ്യണം സെപ്പറേറ്റ് സ്റ്റിച്ചിൽ. നെക്സ്റ്റ് 13 14 ഇൻ ദ സെയിം സ്റ്റിച്ച്. Fifteen separate and 16 separate. ഇനി 17 18 into the same stitch, 18 19 വേറെ സ്റ്റിച്ചിൽ, ആൻഡ് 20 തൊട്ടടുത്ത സ്റ്റിച്ചിൽ. Twenty-one 22 into the same stitch, 23 to the next stitch, and the final one 24 last stitch. Yes, പിന്നെ മറക്കാതെ സ്റ്റിച്ച് മാറ്റി മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ റൗണ്ട് 5ലേക്ക് കടക്കുകയാണ്. ഇതിൽ 30 സ്റ്റിച്ചസ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 1 1 1 എന്നുള്ള പാറ്റേണിലാണ്. ഫസ്റ്റത്തേൽ 2 സിംഗിൾ ക്രോഷ്യ, പിന്നെ നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോരോ സിംഗിൾ ക്രോഷ്യ വീതം.
ഇതിപ്പോൾ തേർഡ് സ്റ്റിച്ചായി. 4 5 6 7 8 9 10 പോലെ 6 7 into the same stitch, 8 വേറെ, 9 വേറെ, and 10 വേറെ. Eleven 12 into the same stitch, 12, next 13, next 14, and next 15. ഇനി 16 17, 16 17 into the same stitch, 18 അടുത്ത സ്റ്റിച്ചിൽ, 19 അടുത്തതിൽ, and 20 അടുത്തതിൽ. ഇനി 21 22 സെയിം സ്റ്റിച്ചിൽ, 23 നെക്സ്റ്റ്, 24 and 25. 26 27 ഒരു സ്റ്റിച്ചിൽ, 27 28 അടുത്ത സ്റ്റിച്ചിൽ, 29 next, and the final one 30. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സ്റ്റാറിൻ്റെ പോയിൻ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന നെക്സ്റ്റ് 6 സ്റ്റിച്ചസിൽ ഓരോരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഇപ്പോൾ ദാ ഫസ്റ്റ് വൺ ചെയ്യാം. 1 2 3 4 5 and 6. ഇനി നമ്മൾ ഒരു ടേണിംഗ് ചെയിൻ ചെയ്യണം. അതായത് ഒരു ചെയിൻ ചെയ്ത് ടേൺ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നമ്മൾ ഓരോരോ സിംഗിൾ ക്രോഷ്യ, അതായത് 5 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. 2 എണ്ണം കഴിഞ്ഞു. 3 4 and 5. ഇനി അഗെയിൻ 1 ടേണിംഗ് ചെയിൻ ചെയ്യുക. എന്നിട്ട് ടേൺ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. ബാക്കി 4 സ്റ്റിച്ചസിൽ ഓരോരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. Again 1 chain, turn, skip first one, ബാക്കി 3 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. നമ്മുടെ പോയിൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ 2 സിംഗിൾ ക്രോഷ്യ.
ചെയിൻ 1, ടേൺ, സ്കിപ്പ് ആൻഡ് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോട്ടൽ 5 സിംഗിൾ ക്രോഷ്യ താഴേക്ക് ഈ സ്റ്റാറിൻ്റെ സൈഡിലൂടെ താഴെ വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ആ ലാസ്റ്റത്തെ ഇതിൽ തന്നെ ചെയ്തു, 2 ആയി, ഇനി 3, 4-മത്തേത് ചെയ്യാം, ആൻഡ് 5-മത്തേത് ബേസിൻ്റെ അവിടെ അത് ഈ ഒരു കോർണറിൽ ആയിട്ട് വരും. അപ്പം നമ്മുടെ സ്റ്റിച്ച് സ്റ്റാറിൻ്റെ പോയിൻറ്റിൽ നിന്നിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് സൈഡിലൂടെ. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കാം. 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ടേണിംഗ് ചെയിൻ ആഡ് ചെയ്യാം, പിന്നെ 5, 4, 3, 2 ചെയ്യാം, എന്നിട്ട് സൈഡിലൂടെ താഴെ വരെ പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെ നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ഈ സ്റ്റെപ്സ് വെച്ചിട്ട് ഒരു സ്റ്റാറും കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ യാൺ കട്ട് ചെയ്യണ്ട കേട്ടോ, ഒരു വർക്കിംഗ് യാൺ അവിടെ വേണം. എന്നിട്ട് 2 സ്റ്റാറുകളും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒരേ പോയിൻറ്റ്സ് സിംഗിൾ ക്രോഷ്യ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്ത് ഒരു പോയിൻ്റ് മാത്രമുള്ളപ്പോൾ നമുക്കതിൽ എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബാക്കിയുള്ളതും കൂടെ ജോയിൻ ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ഇതിനെ ഒരു ഹാങ്ങിങ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്റ്റിച്ച് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കണ്ണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.